നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 2 വർഷമുണ്ട്. പക്ഷേ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മുന്നണികളുടെ ഓരോ രാഷ്ട്രീയ നീക്കവും ഓരോ കരുനീക്കമാകും. കെ മുരളീധരന്റെ വട്ടിയൂർക്കാവിലേക്കുള്ള പുനഃപ്രവേശത്തോടെ കോൺഗ്രസ് ആദ്യ കരു നീക്കി കഴിഞ്ഞു. സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാക്കിയുള്ള പരീക്ഷണങ്ങൾക്ക് ഇനി കെ മുരളീധരനില്ല. തനിക്ക് ആഴത്തിലുള്ള വ്യക്തിബന്ധങ്ങളും രാഷ്ട്രീയ അടിത്തറയുമുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കെ മുരളീധരൻ പണി തുടങ്ങി. മണ്ഡലത്തെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യം വോട്ടർമാരെ ബോധ്യപ്പെടുത്തും. മണ്ഡലത്തിലെ വോട്ടർമാരുടെ വിവാഹ മരണാനന്തര ചടങ്ങുകളിൽ സജീവമായി തിരിച്ചുവരവ് അറിയിക്കുന്നുണ്ട്. നിർണായക സാമുദായിക വിഭാഗങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കുന്ന കൂടിക്കാഴ്ചകളും തുടങ്ങി. കെ മുരളീധരനില്ലാതെ പച്ച തൊടാനാകില്ലെന്ന് കോൺഗ്രസിനും അറിയാം. അതിനാൽ 2026 വട്ടിയൂർക്കാവിലെ മത്സരം എളുപ്പമാകില്ലെന്ന് CPM-ന് നല്ല ബോധ്യമുണ്ട്. കെ മുരളീധരൻ ഒഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് പിടിച്ചെടുത്ത ശേഷം CPM-ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിനാൽ തിരിച്ചു വരുന്നു എന്ന വാർത്ത CPM-നെ അമ്പരപ്പിച്ചു. നിയമസഭയിൽ തന്നെ പ്രതികരണം. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നടന്ന് മത്സരിക്കുന്ന ആളുണ്ടല്ലോ, ശ്രീ മുരളീധരൻ. അദ്ദേഹം അടക്കം ജനങ്ങളെ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ച ആളാണ്. ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് വട്ടിയൂർക്കാവ് പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയും കോടി രൂപയുടെ പദ്ധതി സഹായം അവിടുത്തെ ജനങ്ങൾക്ക് തരാൻ വേണ്ടി തയ്യാറായത്. അതുകൊണ്ട് അദ്ദേഹം വടകരയിൽ നിന്ന് ഇപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് വന്നിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ വരാൻ പോകുന്ന വികസനം CPM പറഞ്ഞു തുടങ്ങി. ബാക്കിയുള്ള 2 വർഷം കൊണ്ട് വട്ടിയൂർക്കാവിന്റെ മുഖം മാറ്റി കാണിക്കേണ്ടത് ഭാരിച്ച ഉത്തരവാദിത്തമായി. കടുത്ത വെല്ലുവിളി BJP-ക്കാണ്. ഈ മണ്ഡലത്തിൽ സംഘടനാ അടിത്തറയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ലീഡ് നേടാറുണ്ട്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ 2-3 സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളപ്പെടുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF സ്ഥാനാർത്ഥി ദുർബലരാകുമ്പോൾ 2ാം സ്ഥാനത്തെത്തും. കെ മുരളീധരൻ തിരിച്ചു വരുമ്പോൾ വലിയ പോരിന് പറ്റിയ പുതിയ മുഖത്തെ BJP-ക്ക് കണ്ടെത്തേണ്ടി വരും. ഇനി മുരളീധരന് വേണമെങ്കിൽ ഇതേപോലെ ഈ അന്ധമായ BJP വിരോധത്തിന്റെ പേരിൽ CPM-ന്റെ സഹായത്തോടു കൂടി ഒരു പ്രകടനം കാഴ്ചവെക്കാം എന്നുള്ളത്. പക്ഷെ അത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. നേമത്ത് കുമ്മനം രാജശേഖരന്റെ പരാജയത്തിന് വഴിയൊരുക്കിയ കെ മുരളീധരനോട് സംഘപരിവാറിന് അടങ്ങാത്ത രോഷമുണ്ട്. അതിനാൽ BJP വിജയത്തിനായി അവർ ഒന്നുകിൽ ആഞ്ഞിറങ്ങും, അല്ലെങ്കിൽ CPM-ന് വഴിയൊരുക്കി താൻ ചത്ത് മീൻ പിടിക്കും. മണ്ഡലത്തിൽ സജീവമായ VK പ്രശാന്തിനെ തോൽപ്പിക്കുക കെ മുരളീധരനും ഈ ഘട്ടത്തിൽ എളുപ്പമല്ല. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.